ഫാമിലീസിനും ലോങ് ടൈം റെസിഡൻസി 10 വർഷത്തെ വിസയ്ക്ക് വൈഫ് കുട്ടികൾക്കെല്ലാം 10 വർഷത്തെ വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഉള്ളതാണ് ഇവിടെ നോർമലി മിനിസ്ട്രി ഗവൺമെൻറ് ഓഫീസുകളിലെല്ലാം PR ഒമാനീസിന് മാത്രമേ കയറി ചെല്ലാൻ പറ്റുള്ളൂ നമ്മുടെ കമ്പനീൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഐഡിയലിൻ്റെ പ്രൊഫഷൻ ഇൻവെസ്റ്റർ ആണെങ്കിൽ നമുക്ക് ഏത് കൗണ്ടറിൽ എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം. അവിടെ ഒരു ഒമാനിൻ്റെ ഒരു PRൻ്റെ ഒരു ആവശ്യകത വരുന്നില്ല. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ബിസിനസ് ഓണേഴ്സിന് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവിക ഫാമിലി വിസ അവൈലബിൾ ആണെന്ന് പറഞ്ഞു, രക്ഷിതാക്കൾ വരുന്നുണ്ടല്ലോ. പണ്ട് അത് കൊടുത്തിരുന്നു. ആദ്യത്തെ 2022 അവർ ഫാദേഴ്സിനും മദേഴ്സിനും കൊടുത്തിരുന്നു 10 വർഷം അതല്ല 5 വർഷം. ഇപ്പം നിലവിൽ 2 വർഷം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ മുൻപ് വിസ എടുത്തിരുന്നല്ലോ ലോങ് ടൈം 10 റെസിഡൻസിലെ വിസ. അപ്പോൾ അവർക്ക് ഈ സംവിധാനത്തിലേക്ക് മാറാനെങ്കിൽ കഴിയുമോ, അതോ ആ രീതി തന്നെയാണ് ഇതിപ്പോഴും? പണ്ടത്തെ അതേ 10 ഇയർ വിസ തന്നെയാണ് ഇപ്പോൾ. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. അതിന്റെ വ്യവസ്ഥകൾ അന്ന് കൊടുത്തത് ഇൻവെസ്റ്റർ തന്നെ ആയിരുന്നു. 10 വർഷത്തെ ലോങ് ടേം റെസിഡൻസി അന്ന് കൊടുത്ത് 2022 2032 അത് എക്സ്പയർ ആകുന്ന രീതി. അപ്പോൾ അതേ വിസനാണ് ഇപ്പോൾ. അത് റീസെൻ്റ്ലി അറൗണ്ട് ഒരു 6 മന്ത് മുമ്പായിട്ട് അവർ ID-യുടെ ഒരു കളർ മാറ്റിയിരുന്നു. പണ്ട് ഒമാനീസിന് ഇപ്പോൾ നിലവിൽ കൊടുക്കുന്ന ഒരു ID-യുടെ ഒരു കളറുണ്ട്, ആ ഒരു കളറിലോട്ട് അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് പണ്ട് എടുത്തവർക്കും ROP-യിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി മറ്റൊന്നിൻ്റെ ആവശ്യമില്ല, 21 റിയാൽ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ID മാറ്റി അത് കുറേ ആൾക്കാർ അത് മാറ്റിയിട്ടുണ്ട് ഓൾറെഡി. അത് അറൗണ്ട് ഒരു 6 മന്ത് മുമ്പ് അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതല്ലാതെ മറ്റിതിലൊരു പുതിയൊരു വിസയിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇല്ലല്ലേ. പിന്നെ അതിലുള്ള ഒരു ആനുകൂല്യമാണ് പണ്ട് 5 വർഷം വിസക്ക് അപ്ലൈ ചെയ്തിരുന്നവർക്ക് അവരുടെ വിസ അപ്ഗ്രേഡ് ചെയ്ത് 10 വർഷത്തോട്ട് മാറ്റാൻ പറ്റും. ഈ വിഷയം വന്നിട്ടില്ല. അപ്പോൾ ഈ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഇൻവെസ്റ്റേഴ്സിന് അവരുടെ 10 ഇയർ വിസയോ അതല്ലെങ്കിൽ അവരുടെ കമ്പനിയോ മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഹെൽപ്പിനും ഫെമിഷ് ബിസിനസ് സൊല്യൂഷൻ അവർക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക്സ്.